ഗായ്സ് അപ്പൊ ഇന്ന് ഡേ 3 ആണ്. നമുക്ക് ഇന്ന് 3 മണിക്ക് അവിടെ എത്തണം. നമ്മള് 2 മണിക്കാണ് എണീച്ചത്. ഈ നല്ല അരമണിക്കൂറാ, 1 മണിക്കൂറാണ് കുളിക്കാൻ എടുത്തത്. കുളിച്ചിട്ടുള്ള കോലം നോക്കി. അല്ല പറയണ ആള് കുളിച്ചോ? ഒരാള് കുളിക്കാതെ ഇതൊക്കെ പറയരുത്, അത് വേറെ കാര്യം. ആ ശരി. അപ്പൊ 1 മണിക്കൂർ കുളിക്കാൻ നമ്മുടെ നാട്ടിലിപ്പോ 1/2 മണിക്കൂർ പല്ലേക്കാൻ സമയം 2 മണി 2:30 എന്തോ ആയി. ഇപ്പാണ് എണീച്ചത്. നമ്മുടെ വിൻഡോ വ്യൂ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് വിൻഡോ വ്യൂ. മനോഹരമായ ഒരു ഗ്രാമം. അതിൽ അപ്പൊ വക്കൂട്ടി റെഡിയായി, അബ്സർ റെഡിയായി, ഈ ചാനലിന്റെ ഓണറും റെഡി ആയിട്ടുണ്ട്. അപ്പൊ കല്യാണത്തിന് മുന്നോട്ടൊക്കെയാണ് വരാൻ പോണത്. നമ്മുടെ ഇവിടുത്തെ പരിപാടി നടക്കുന്ന ഡേ ആണ് ഡേ 3. പിന്നെ അവിടെ പോയിട്ട് കൊണാമിയുടെ ഒഫീഷ്യൽസിനെ കാണും. പറ എന്തെങ്കിലും നമ്മള് കൊണാമിയുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെ ചോദിക്കും. എന്ത് ചോദിക്കും? സർവർ ഇഷ്യൂ, ഇവന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും വേണം. അതുപോലെ തന്നെ ഇവിടെ വെച്ചിരിക്കണ ആ സിഗ്നൽ നമുക്ക് കേരളത്തിലേക്ക് മാറ്റാനുള്ള ഒരു പദ്ധതി നമ്മൾ ഇന്ന് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഗെയിം പ്ലേ കിങ്ങായി നമ്മുടെ വക്കുണ്ട് ഇവിടെ. നീ എന്ത് ചോദിക്കും? ഞാൻ സ്മാർട്ട് അസിസ്റ്റ് ഒഴിവാക്കാനാ? ഒഴിവാക്കൂല എന്തായാലും. ഡിവിഷൻ ഒഴിവാക്കണ്ടേ. പിന്നെ മറ്റേ സാധനം ഫ്രണ്ട്ലി മാച്ചിൽ ഇതൊക്കെയാണെന്ന് ചോദിക്കണോന്ന് നമുക്ക് അതെന്തായാലും വേണം. സംസാരിച്ച് കളിക്കണ്ടേ? ഇങ്ങനത്തെ കുറെ ആവശ്യങ്ങൾ നമ്മൾ ഇന്ന് അവർക്ക് മുന്നിൽ ഉന്നയിക്കും. അപ്പൊ അവരുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ വ്ളോഗിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഫുട്ബോളിലെ മറ്റൊരു മുഖം നമ്മൾ ഇന്ന് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അടുത്ത അപ്ഡേറ്റിൽ തന്നെ അവർ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇതിനൊരു ലളിതമായ സംഭവം തുടങ്ങിയിട്ട് എന്തോ 6 കൊല്ലം എന്താ പറയാ. ആദ്യമായിട്ടാണ് കൊണാമിയുടെ ഒരു പരിപാടിക്ക് പോകുന്നത്. അതെ അതെ, കാണുന്നത് ഫസ്റ്റ് ടൈം ആണ്. ഇത്രയും കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ്. അപ്പൊ എക്സൈറ്റഡ് ആണല്ലോ. അതെ, എക്സൈറ്റഡ് ആണല്ലേ അല്ലേ സാർ? ആദ്യം ഒരു കുറെ പരിപാടിയൊക്കെ ഉണ്ടാകും, നോക്കട്ടെ. അത് വേറെ കാര്യം. ആദ്യം ഇവിടെ നിന്ന് ഇറങ്ങട്ടെ അല്ലേ? അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം. പിന്നെ ഉബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഉബറിൽ പോയിട്ട് അവിടെ നിന്ന് കഴിക്കണോ ഇവിടെ നിന്ന് കഴിക്കണോ ഒക്കെ എന്തായാലും കഴിക്കണോന്ന് വെച്ചിട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പൊ വക്കുട്ടി ഇന്നലെ തന്നെ പേരച്ചുട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. അത് ജീര. അതിനകത്ത് തൊട്ട് നോക്കിയിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇതാ അബ്സർ മേടിച്ചാണ്. പിന്നെ സർഫാണ് പാർട്ട്ണർ. ഓക്കെ, സർഫ് പാർട്ട്ണർ. പിന്നെ വക്കു അത് ഉപയോഗിച്ചിട്ടോ. അപ്പൊ എനിക്കറിയാലോ ഈ ഫുട്ബോൾ കമ്മ്യൂണിറ്റിയില് ഡീസന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ പറഞ്ഞ ഞാൻ മാത്രം. അങ്ങനല്ല, ഇങ്ങനെ താത്തു. അതെന്താ എന്റെ ഷെഡ് റയൽമാൻഡാ. പിന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഷെഡ് കൊണ്ടുവന്ന് വെച്ചാൽ അത് ആ മലക്കിടുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഷെഡ് വർത്താനം എന്തിനാ പറയണേ? അപ്പൊ അത് ഞാൻ ചെയ്തു. ഇവരുടെ ഒന്നും ഇവിടെ കാണുന്നില്ല. കാരണം എന്താ? ഹൈജീൻ ഇല്ല, ഇവർക്കൊന്നും ഹൈജീൻ ഇല്ല. അതല്ലേ. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ ടാക്സി ബുക്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പോ ഒരുത്തനെ എടുത്തു ക്യാൻസൽ ചെയ്തു. വീണ്ടും ഇങ്ങനെ നോക്കുന്നുണ്ട്. 4 പേര് നോക്കുന്നുണ്ട്. ആരും എടുക്കണില്ല. ടാക്സി വരുമോ നോക്കട്ടെ എനിക്ക്. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മളൊരു ഊബറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അപ്സർ കയറിയപ്പോൾ ഒതുങ്ങണില്ല. വണ്ടിക്കാരെ ഇറങ്ങി പോകാനൊക്കെ പറഞ്ഞു. നമ്മളൊന്ന് ഇടിക്കാൻ നോക്കിയപ്പോൾ എങ്ങനെ ഒതുക്കി വക്കു. എന്തായാലും സേഫ് റൈഡ് എന്ന് വിചാരിക്കുന്നു. വണ്ടിയൊക്കെ ഇടിച്ചു പൊളിച്ച് നടക്കുന്ന വണ്ടിയാണ്. ഫ്രണ്ട് കണ്ട് ചില്ലൊന്നുമില്ല. അപ്പോൾ എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ പറഞ്ഞില്ല. അപ്പോഴേക്ക് വധൂര് കൊണ്ടായിട്ട് ചാർത്തി. ഞാൻ ജസ്റ്റ് ഇതാളുടെ പേര് വെച്ചുള്ളൂ. പിന്നെ ഇത് ഓട്ടർച്ച വിലക്കിയതാ. കോമഡി ആയിരുന്നു. അല്ല, മൂപ്പരെ വണ്ടി കണ്ട് അറിയാ. മൂപ്പരെ സ്ഥിരം പരിപാടി ഇതാ. 2 ഗ്ലാസ് കൂട്ടി ഒന്നും പറയണ്ട. അപ്പോ അവിടെ എത്തിയാൽ കാണാം. അത്രയൊക്കെ പറയാനുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി എങ്ങനെയൊക്കെ ഇവിടെ എത്തിച്ചേർന്നു. ഓന് വഴിയൊക്കെ തെറ്റി. ഓൻ എക്സ്പീരിയൻസിലോ ഡ്രൈവറൊക്കെ തന്നെയാണ്. പക്ഷേ ഭയങ്കര റോങ് ആയിരുന്നു ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ. എന്തായാലും ഫൈനലി ഇവിടെ എത്തിയിട്ട് നമ്മുടെ ടോംബോയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓൻ രാവിലെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്കിനി ഉള്ളിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. എല്ലാവരും ഉണ്ട്. സർഫ് ബോയ് ഉണ്ട്, വക്കു, എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഉള്ളിൽ കയറി നോക്കാം. പക്ഷേ ഫൈനലി നമുക്കൊരു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ടാഗൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതെന്താ പരിപാടി അറിയില്ല. ഓക്കെ, ഉള്ളിൽ പോയി നോക്കാം ഇവിടെ. ഇതാണ് അപ്പോൾ നമ്മുടെ
ഇവൻറ്റിൻ്റെ വെന്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ടീമുകളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ പേരുണ്ട് കേട്ടോ. ഈ ഫുട്ബോളിലാണ് മെയിൻ ആൾക്കാരൊക്കെ. ഇതാണ് നമ്മുടെ വെന്യൂ ഗൈസ്. അപ്പോൾ ഇതാ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാനും ഒക്കെ ഇവിടെ ഉണ്ട്. സോ അതാ നമ്മുടെ അപ്സർക്ക് സർഫിക്ക് ഫോട്ടോ ഉണ്ട്. പിന്നെ കൊണാമിയുടെ ജയിച്ചിട്ട് നമ്മുടെ ചെങ്ങായിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാം ഇവൻറ്റും പരിപാടിയൊക്കെ എങ്ങനെയാവും. ഗൈസ് ഇതാണ് നമ്മുടെ അഖിൽ കേട്ടോ. ഇപ്പം നമ്മുടെ ഇതിൻ്റെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പരിപാടിക്ക് ഇത് മൂപ്പരാണ്. അപ്പോൾ ആളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് ഇതാണ് നമ്മളുടെ ദിവാലി കപ്പ് വിന്നർ ബസാം മലപ്പുറത്തങ്കാരനാണ് കേട്ടോ. ഹായ് പറയടാ. അപ്പോൾ ചെക്കൻ വന്നിട്ട് ഫസ്റ്റ് ടൈമിൽ നമ്മൾ കണ്ടപ്പോൾ ഞാൻ വെച്ചാൽ ബംഗാളിയത്, പിന്നെ മനസ്സിലായി മലയാളിയത്. ചെക്കനാ കപ്പടിച്ചിട്ടപ്പോൾ ഗൈസ്. അപ്പോൾ നമ്മളെ നടത്തി അങ്ങോട്ട് കൊണ്ടുകൊണ്ട് ഈ വരണ എങ്ങനെയാണ് കൊണാമിയുടെ ഒരു ചങ്ങായിയാണിത്. ഓക്കെ, അപ്പോൾ ആളെ പിടിച്ച് 2 ഇട്ടിടിക്കാൻ തോന്നുന്നുണ്ട്. നോക്കട്ടെ, സമയം കിട്ടുകയാണെങ്കിൽ തല്ല. സോ ഗൈസ് ഇതാണ് നമ്മുടെ ഇവൻ്റ് നടക്കുന്ന വെന്യൂ. ഓക്കെ, ഓഡിറ്റോറിയം. അപ്പോൾ ഇതാ ഈ ഫുട്ബോളിൻ്റെ ഒരു പോസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർ യോ ടോംബോയ്സ് ഈസ് ഹിയർ ഗൈസ്. ടോംബോയ് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഓൻ നല്ല തള്ള. സോ ഗൈസ് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ഓക്കെ, തല്ലാൻ പോവാണ്. ഇപ്പോൾ ചോദിക്കേണ്ടതൊക്കെ ചോദിക്കും. അപ്പോൾ എല്ലാം നോക്കി നോക്കണം. ചെക്കന്മാരൊക്കെ നടക്കുന്നുണ്ട്. അടുത്ത ആഴ്ച അത് എപ്പിക്കാതാണ് ഇപ്പോൾ ഊറ്റി വിടാം. ഓക്കെ, ഇപ്പോൾ ഈവൻറ്റിൻ്റെ പൈസക്ക് നമ്മുടെ നിന്ന് മുക്കും വരെ വേറെ കാര്യം. എന്തായാലും ഇൻ്റർവ്യൂ എടുക്കുന്നിടത്ത് പോയി നോക്കാം. എന്തൊക്കെ പറയണമെന്നൊരു ഐഡിയ ഇല്ല. പിന്നെ ടോംബോയ് ഉണ്ട് ഒപ്പം, ഓനോട്ട് പറയിപ്പിക്കാം. ഓൻ പിന്നെ എങ്ങനെ ഊക്കൊക്കെ മേടിക്കാൻ എടുക്കാനാ. സോ ഗൈസ് ഇതാണ് നമ്മുടെ കൊണാമിയുടെ ഇൻ്റർവ്യൂ സെക്ഷൻ കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് ചോദിച്ചു നോക്കാം. ഗൈസ് അങ്ങനെ ഫൈനലി നമ്മൾ ഈ ഫുട്ബോൾ ഒഫീഷ്യൽ ടീമിനെ മീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. സ്മാർട്ട് അസിസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പറയാൻ വെച്ചാൽ അവർ നമ്മളെ കേരളത്തിന് എടുത്തു പറഞ്ഞു. കേരളത്തിനെ പറ്റി ഇങ്ങോട്ട് അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൗഡായിട്ടോ. ഒരു രക്ഷയില്ല. അവർക്ക് അറിയണ്ട അവര്. ഓക്കെ, എടുത്തു ചോദിച്ചോളൂ. വേറെ സ്റ്റേറ്റിനൊന്നും ചോദിച്ചില്ല, ഒറ്റ പേര് കേരള. അപ്പൊ നമ്മളങ്ങോട്ട് SLKയുടെ കാര്യം എല്ലാം ഫുട്ബോളിന്റെ ഒരു ഇതങ്ങോട്ട് എടുത്ത് പറഞ്ഞു. അതെ, ആസ്ക് ഇറ്റ് കേരള. Yeah, they mentioned that a lot of fans are from Kerala. So yeah, they do notice there is a lot of support from Kerala. സോ ഹാപ്പിയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ആഗ്രഹിച്ചു, അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി കുറേ അധികം ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ അവർ ഓർഗനൈസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കണ്ടു തന്നെ അറിയാം. സോ ഗൈസ് ഇതാണ് നമ്മളുടെ വെന്യൂ കേട്ടോ. ഓക്കെ, സോ ലൈക്ക് ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ അവിടെ നൈസായിട്ട് നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഒരു ട്രെയിലർ പ്ലേ ചെയ്യുന്നുണ്ട്. എന്തിനുള്ള പുറപ്പാട് അറിയില്ല. വെൽക്കം സ്പീച്ച് അലക്കേണ്ട ഒരുക്കാൻ. ഇതാണ് നമ്മുടെ പ്രൊഡ്യൂസർ. ഓക്കെ, ഈ ഫുട്ബോളിന്റെ പ്രൊഡ്യൂസറാണ്. ഓക്കെ, ആളായിട്ട് നമുക്ക് നേരത്തെ ഇന്റർവ്യൂ. നമസ്തേ. ടോംബോയുടെ ചെറിയൊരു പ്രസംഗം. ഓക്കെ, അപ്പോൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് അവരൊരു ടൂർണമെന്റ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കളിക്കുന്ന 4 ടീം. ഓക്കെ, ടൂർണമെന്റ് ആണ്. full game face on है सबका, you know. 4 ടീം ടോട്ടലി കളിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ടീം കൂടി ഉണ്ട്. അപ്പോൾ 4 ടീം ആവുമ്പോൾ അങ്ങോട്ടും കൂടി ഏറ്റുമുട്ടും. ഗോൾഡൻ ഗോൾ. ഇതാണ് ടീം. ഗൈസ് ഇപ്പോൾ 4ാമത്തെ ടീം ഇതാ കയറി വന്നിട്ടുണ്ട്. ഗൈസ് വി ആർ ഫൈനലി മീറ്റ് ഡാനിയൽ. ഓക്കെ, ഗൈസ് അപ്പോൾ നമ്മളെ KL രാഹുലും സുനിൽ ഛേത്രിയൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. അതെ, സജസ്റ്റ് ചെയ്യാൻ പറ്റും. Thank you so much. Guys, give a round of applause for this match, everybody. It's not easy to be here. ഗൈസ് അപ്പോൾ FGCനെ മലർത്തി അടിച്ചുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഗോൾഡൻ ഗോൾ അല്ല കേട്ടോ. ഗോൾഡൻ ഗോൾ. അപ്പോൾ FGCനെ മലർത്തി അടിച്ചിട്ട് എംബടാ. ഓക്കെ, മറ്റേ ടീം ജയിച്ചു. ഈ ടീം ഓക്കെ, അവർ ജയിച്ചു കേട്ടോ. കളി പെട്ടായിരുന്നു. FGC ചാമ്പ്യൻസ്. FGC അല്ല,
നോ FGC അല്ല, ഇവിടെ FGC ചാമ്പ്യൻ അടിച്ചിരിക്കണ, FGC അല്ല ഒഫീഷ്യൽ ചാമ്പ്യൻസ്. ഓക്കെ കപ്പ് എസ്പാട് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ പിള്ളേരാണ് FGCയുടെ പിള്ളേർ. ഇതാ കുഴപ്പമില്ല, നല്ല കളിയായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫൈനലിൽ നമ്മുടെ സുനിൽ ഛേത്രി, KL രാഹുൽ, അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട്. ഗൈസ്, അപ്പോൾ ഛേത്രി, രാഹുൽ, അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറൊക്കെ വന്നിട്ടുണ്ട്. ഓരോ സ്പീച്ചും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മുടെ എപ്പിക് സുനിൽ ഛേത്രി. Very much. Our country didn't fall in the first 70 of world ranking. I was sad for some time, but then I kept going. Good things happened. Yeah, that was me. ഗൈസ്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാഹുലും ഡാനിയലാണ് ടീം. ഓക്കെ, അപ്പുറത്ത് നമ്മുടെ മലയാളി ചെക്കനും സുനിൽ ഛേത്രി. ഓക്കെ, ചെക്കനോടെ ഉണ്ട് കേട്ടോ, മലയാളിയാണ്. ഓക്കെ, വിത്ത് സുനിൽ ഛേത്രി, ദെൻ ഡാനിയൽ വിത്ത് KL രാഹുൽ ടീമായിട്ടാണ് ഒരു കോപ്പ് മാച്ചാണ് കളിക്കാൻ പോകട്ടോ. കളി തുടങ്ങാറായി. ഇവിടെ ഡാനിയൽ രാഹുലുണ്ട്, അപ്പുറത്ത് നമ്മുടെ ചെക്കൻ്റെ പേര് മുബാഷ്, ബഹ അങ്ങനത്തെ ഒരു പേരാണ്, വിത്ത് സുനിൽ ഛേത്രി. കളി എന്താവും നോക്കാം. ഗൈസ്, അപ്പോൾ ഛേത്രി ടീം ഗോൾ അടിച്ചിട്ട് നമ്മുടെ ചെക്കൻ്റെ രാഹുലിൻ്റെ ഡാനിയൽ ടീം അപ്പോൾ 1-0 പിന്നിലാണ്. ഗൈസ്, നമ്മുടെ അബ്സർ ഭായ് അവിടെ സുനിൽ ഛേത്രിയോടൊപ്പം കളിക്കായിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോംബോയ് ഇതൊക്കെ എല്ലാവരും കളിക്കായിരിക്കുന്നുണ്ട്. കത്തുന്നു. ചിലപ്പോൾ അടുത്ത് നമ്മളാവും കളിക്കുക, പറയാൻ പറ്റില്ല കേട്ടോ. കളിക്കുകയാണെങ്കിൽ എന്തായാലും കാണാം. ടോം ഇതായിട്ടൊക്കെ എല്ലാവരും കളിക്കുന്നുണ്ട്. ഗൈസ്, ഇതാണ് അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അബ്സർ ഭായ് ഉണ്ട്, അതുപോലെ തന്നെ സുനിൽ ഛേത്രിയാണ്. ഇവിടെ ടോമും എല്ലാവരും കളി വീറും വാശിയോടെ നടക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ സുന്ദറിൻ്റെ ഒപ്പാട്ട കളി. നമ്മൾ സുന്ദറാണ്, വക്കും അഹാനും. ഓക്കെ, Alright. All the last minute discussions. Welcome to one of English football's red letter days. Man United. Manchester United will always be a major date on the footballing calendar. Sunil sir, once again against Man United. And indeed the This is a throwback. for days when both these teams were perennial winners. But one thing remains unchanged. They cannot stand losing to each other. Back over the years, the potency has been a big factor with these two teams, and always a hard one to call, but never far from exciting. And if you get just miss it, we are up and running already. Wow. Alright. That was കളർ ലെവൽ വരെ എത്തിപ്പോയി. close. Alright guys, I was repeating it. So need son. So damn, that was a good goal. That was a good goal. Watching this Sundar. That's Sundar goal. Amazing. Give it up for Washington Sundar, everybody, and Team Washington is the champion for tonight. eFootball, along with Team Sunil, as the runners-up for tonight. Who's the golden goal? All right. Guys, I was repeating it. ഗൈസ്, അപ്പോൾ ഇവൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ സുന്ദറിൻ്റെ ഒപ്പമായിരുന്നു ടീം. അപ്പോൾ സുനിൽ ഛേത്രി ഉണ്ടായിരുന്നു, സുന്ദർ, KL രാഹുൽ, പിന്നെ ഏതോ ഷെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സുന്ദറിൻ്റെ ഒപ്പമായിരുന്നു.
അപ്പോൾ ഫൈനലി നമ്മളെ ഞാൻ കപ്പടിച്ചത് സുന്ദറിൻ്റെ ഒപ്പം ട്രോഫി അടിച്ചിട്ടുണ്ട്. ചെങ്ങായി നല്ല തമിഴൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കിടിലായിരുന്നു, നല്ല ഇവന്റ് ആയിരുന്നു. സർഫായിരുന്നു നമ്മുടെ കോപ്പ് ചാമ്പ്യനാണ്, ജയിച്ചു, കപ്പടിച്ച് ലാസ്റ്റ്. അപ്പോൾ ടോം പോവാണ്ടോ, ടോം പോവാണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം ടോം. ഓക്കെ ഗൈസ്, ഇതാണ് ദേവൻ. ഓക്കെ, വിഷ്ണു ബ്രോ. അപ്പോൾ മൂപ്പര് തൃശ്ശൂരുകാരനാണ്, മായന്നൂര്. ഓക്കെ, ഞാൻ മുന്നേ പഠിച്ചിരുന്നത്, ഞാൻ അവിടെ കുറേ ആൾ പഠിച്ച്. ഓക്കെ, തൃശ്ശൂരാണ്. അപ്പോൾ കണ്ടതിൽ സന്തോഷം. താങ്ക്സ് ബ്രോ. മല്ലു ഇസ് ദ ബെസ്റ്റ്. അരെ കപ്പടിച്ച എപ്പോഴാണ്. അപ്പോൾ ബസാമിനെ ഞങ്ങൾ സ്പാർട്ടൻസിന്ന് പൊക്കുകയാണ്. ഓക്കെ, ടൈറ്റൻസിനെ പൊക്കിയിട്ട് ഓൻ പറഞ്ഞേ എനിക്ക് സ്പാർട്ടൻസിന്ന് വരണമെന്നുണ്ട്, പക്ഷേ ടൈറ്റൻസിന്റെ ആൾക്കാർ തല്ലാന്നൊക്കെ പറയട്. അപ്പൊ അവൻ പോകട്ടോ. ബസാം എന്നാണ് അവൻ്റെ പേര് പറയുന്നത്. ഓക്കെ, അവൻ ദിവാലി കപ്പിന്റെ ചാമ്പ്യനാണ് ഗൈസ്. ചെക്കനെന്താ എല്ലാവരും സൈനൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, രാവിലെ കാര്യങ്ങളൊക്കെ അത് കണ്ടെങ്കിൽ വക്കുട്ടിയുടെ തോന്നും. അല്ല, കണ്ടോ സർഫൂരെ പിടിച്ചു. സൗദിയിൽ പോയപ്പോ ബാലു പോയി എന്തൊക്കെ ചെയ്ത് പറയണ്ട് കൈസ്. അപ്പോൾ നമ്മളിപ്പോൾ അതൊന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവന്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു, അടിപൊളി തന്നെയായിരുന്നു. ഇനി ഫുഡ് കഴിക്കാൻ പോവാം കൈസ്. അപ്പോൾ നമ്മൾ ഫൈനലി KFCയിൽ വന്നിരിക്കുകയാണ്. ഒരു ബർഗറൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കിയോ KFC കഴിക്കാം ഗൈസോടെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്സർ ഭായും വക്കു പിന്നെ നമ്മുടെ വിഷ്ണു ഉണ്ട്. മൂന്നുപേരുടെയും കുറേ നേരമായി തോണ്ടി കളിക്കുന്നു, ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ അവിടുത്തെ കാട്ടിക്കൂട്ടിൽ അതിനിപ്പോൾ ഒന്നും നടക്കണില്ല. അവസാനം ഇവിടെ വന്നിട്ട് തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, പക്ഷെ ഇവിടെ ആളില്ല ഗൈസ്. അപ്പോൾ ഫൈനൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ടോം ബോയ് അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഓൻ നമ്മളെ വിട്ട് പോയതാ, പക്ഷെ ഇവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ടോം വീണ്ടും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഓർഡർ ഉണ്ട് വരുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാ സർഫു, വക്കു, വിഷ്ണു, അഫ്സർ. ആ വീഡിയോ ഒന്ന് കാണിക്ക്. സുനിൽ ചിത്രി ഓക്കെ, അത് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇത് വരുള്ളൂ എന്തായാലും, അത് ഉറപ്പാ. ഓക്കെ, അപ്പോൾ പരട്ട വ്ളോഗിൽ തരില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, വക്കു നിരാശല. അടുത്തോട്ട് നമ്മൾ ഇതിനായിട്ടുണ്ട് ഇതാട്ടോ. കാണിക്ക്. ഹായ് BMG. ഇതില് കാണിക്കണവാ. ഹലോ BMG എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സുനിലാണ്ടൻ്റെ ഒപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ സുന്ദറിനെ കൂട്ടിയിട്ട് സുനിലെ തന്നെ അടിച്ചു വിട്ട് കപ്പടിച്ച് ഫോട്ടോ കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഫൈനലി ഫുഡും കാര്യങ്ങളും വന്നിക്കാണ്. KFCയിലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം കൊണ്ട് ബർഗർ ഉണ്ട് 5 എണ്ണം, പിന്നെ KFC ചിക്കനും പരിപാടിയൊക്കെ, പിന്നെ പെപ്സി കാര്യങ്ങളൊക്കെ ഉണ്ട്, ചായയും കോൾഡ് കോഫിയും ഒക്കെ. അപ്പോൾ എന്തായാലും ഇനി ഫുഡ് ഇട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. മല്ലു 4 ചിക്കൻ, 10 ചിക്കനിൽ 5 ഞങ്ങൾ 5 നോണ പറയാം കേട്ടോ. 5 ഞാൻ കുറച്ച് കഴിച്ചിട്ടുള്ളൂ. അഫ്സാറിന് മുന്നിൽ ഇരിക്കണം അഫ്സറിൻ്റെ. നിന്റെ ഫുഡ് കാണിച്ചോളൂ. അപ്പോൾ പിന്നെ ഗൈസ് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കഴിച്ചു വെച്ചാൽ നമ്മൾ കഴിച്ചാൽ പ്രോട്ടീനാണ്, ചിക്കൻ ഈസ് പ്രോട്ടീൻ. അപ്പോൾ മാക്സിമം എത്രത്തോളം ഉള്ളി കഴിച്ചു വെച്ചാൽ അത്ര ഉള്ളി കഴിച്ചു ഞാൻ. ഓക്കെ, 4 പീസ് കഴിച്ചു. ഓക്കെ, ബർഗർ കഴിച്ചു. ഇതുണ്ടോ അത് എത്ര 8 പീസായിട്ട് കഴിച്ചു അഫ്സർ, പിന്നെ വിഷ്ണു. ഇനി നമുക്ക് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് ബാൻഡ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അവിടെ ഷാറൂഖ് ഖാൻ്റെ നടന്മാരൊക്കെ വീടുണ്ട്. അപ്പോൾ അവിടെയും കൂടി കറങ്ങിയിട്ടൊന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അഫ്സറിന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും റൂമിൽ പോവാം. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മളുടെ മന്നത്ത്, അതായത് ഷാറൂഖ് ഖാൻ്റെ ഒക്കെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പരിപാടി ഉണ്ട് ഇന്ന്. ബാൻഡ് സ്റ്റാൻഡ് അവിടെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പിള്ളേരും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ നൈസായിട്ട് നമ്മുടെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവ് ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത്, നമ്മുടെ ബാൻഡ് സ്റ്റാൻഡ് അവിടെ തന്നെ. ഓക്കെ, അപ്പോൾ പിന്നീടാണല്ലോ നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ വീടും കാര്യങ്ങളൊക്കെ. സർഫു ഈസ് ദെയർ. അപ്പോൾ എന്തായാലും നമുക്ക് കടലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അവിടുത്തെ കടലൊക്കെ ഭയങ്കര ഡേർട്ടിയാണ് കേട്ടോ.
എന്തായാലും നമുക്ക് പോയി നോക്കാം. നമ്മുടെ അത്ര വൃത്തിമയൊന്നുമില്ല, നിങ്ങൾക്ക് അറിയണമല്ലോ. നോക്കാം ഗൈസ്. അപ്പോൾ ബാൻഡ് സ്റ്റാൻഡിൻ്റെ ബീച്ചിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഫുള്ള് പാറയാണ് കേട്ടോ, പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഷാറൂഖ് ഖാൻ്റെ ഒക്കെ വീട്. ഓക്കെ, വീട് അവിടെ ഉണ്ട്. നമുക്ക് എന്തായാലും അവിടേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. പാറയുണ്ട് ഫുള്ള്. ഇവിടെ കാണാനുണ്ടോ വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉണ്ടോന്നും കാണാനില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ നിന്ന് നേരെ ഒരു ചായ കുടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം ചായ കുടിച്ചിരിക്കട്ടെ, എന്തെങ്കിലും ഹോട്ടലിലേക്ക് പോകണുള്ളൂ. അപ്പോൾ പിള്ളേരെ കൂടെ ഉണ്ട്, സർഫു, അഫ്സർ, വക്കു, അതുപോലെ തന്നെ വിഷ്ണു ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിക്കാനി. അപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. 4 മസാല ചായ. വിഷ്ണു ചായ കുടിക്കണില്ല. അഫ്സർ 3 ചായ കുടിച്ചു. പിന്നെ എന്തായാലും ചായ കുടിക്കട്ടെ. ഓക്കെ, പോവാൻ കേട്ടോ. അപ്പോൾ ചെക്കൻ പോവാണ്. ഊബർ ബോയ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഊബർ വന്നിട്ട് അതിൽ പോവാം ഗൈസ്. അപ്പോൾ തിരിച്ച് റൂമിൽ പോവാണ്. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. നമുക്ക് എന്തായാലും റൂമിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. ഫൈനലി നമ്മളപ്പോൾ അങ്ങനെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഫുട്ബോൾ തന്ന നമ്മളുടെ ജേഴ്സി കേട്ടോ. അപ്പോൾ വക്കുവിൻ്റെയിലും സർഫും ഉണ്ട്. അഫ്സർ ഇടണില്ല, ഇട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമാകും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ കൊണ്ടൊക്കെ എൻഡിക്കുകയാണ് ഗൈസ്. കിടിലൻ ജേഴ്സി ഉണ്ടോ, കാരണം ഇത് നമ്മുടെ കേരളത്തിലേക്ക് ഇപ്പോൾ ഒരു 4 പീസ് എത്തിയിട്ടുള്ളൂ. ഒഫീഷ്യൽ മെസ്സിയുടെ ജേഴ്സിയാണ്. മെസ്സിയുടെ ഇന്ത്യ ഗോ ടൂർ ഉണ്ടായിരുന്നല്ലോ, സോ അതിൻ്റെ ജേഴ്സിയും കൂടിയാണ് ഇത് നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ. അപ്പോൾ ഞാൻ പോലെ മുസ്ലിമേനെ പോലുണ്ടല്ലേ അറിയാ. അപ്പോൾ സർഫ് ഷൂ ഒക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കില്ല. പക്ഷേ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നതൊക്കെയാണ്. ഓക്കെ ഓക്കെ, അടുത്ത പ്രാവശ്യം വരുമ്പോ നീ തിരിച്ചെടുത്തോ. ഓക്കെ, അത് നമുക്ക് ഡീലാക്കാം. ഈ പ്രാവശ്യം എനിക്കതാ, ഞാൻ കുറച്ച് ഇട്ടിച്ചെത്തട്ടെ. ഓക്കെ ഓക്കെ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നതൊക്കെയാണ്. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ബൈ ബൈ.